പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നാളെ വിധി പറയുകയാണ്, ശിക്ഷാവിധി പറയുകയാണ്. ആ ശിക്ഷാവിധി കേൾക്കാനായി കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഹാൻസ് ചേരുകയാണ്. വിവരങ്ങൾ ഹാൻസ്, അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. രുചി, സംസ്ഥാനം ഏറെ ചർച്ച ചെയ്ത പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത് കൊല്ലപ്പെട്ട ശരത്ലാലിൻ്റെ അമ്മയും സഹോദരിയും അഭിഭാഷകനുമാണ്. വിധി വരാൻ പോകുന്നു, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. എന്താണ് പറയാനുള്ളത്? വിധിയിൽ 14 പേരെ കുറ്റക്കാരാക്കിയിട്ടുണ്ട്, ബാക്കി 10 പേരെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ 10 പേരെയും കൂടെ കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടണം. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഒരു വിധി വരുമ്പം നിങ്ങളുടെ കുടുംബത്തിൻ്റെ, രണ്ട് കുടുംബത്തിൻ്റെ ഒരു ഇച്ഛാശക്തി കൂടെയാണ് കാണിക്കുന്നത്. കാരണം വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടമായിരുന്നു സംസ്ഥാന സർക്കാർ. അതെ, 6 വർഷക്കാലമായി ഈ നിയമ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുക. സഹോദരൻ നേരിട്ടത് വലിയൊരു ക്രൂരത തന്നെയാണ്. അപ്പം നാളെ വിധി വരുന്നു, എന്താണ് പറയാനുള്ളത്? വിധിയിൽ നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരുന്നു പ്രതീക്ഷിക്കുന്നു. 14 പേരെ കുറ്റക്കാരാക്കിയതിൽ കോടതിയെ ബഹുമാനിക്കുന്നു. കോടതിയിൽ നിന്ന് അനുകൂല വിധിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ള ഏറ്റവും നല്ലൊരു മെസ്സേജായിട്ട് നാളത്തെ വിധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നാണോ വിശ്വാസം? പരമാവധി ശിക്ഷ തന്നെ നൽകുമെന്ന് വിശ്വാസം. കാരണം 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റം തന്നെയാണ് കോടതി ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 14 പ്രതികൾക്കും അവരുടെ അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷ തന്നെ കിട്ടുമെന്ന് ഞങ്ങൾ കുടുംബം പ്രതീക്ഷിക്കും. നമ്മളോടൊപ്പം അഭിഭാഷകൻ കൂടെ ചേരുന്നുണ്ട്. ആകെ മൊത്തം 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുന്നു. 10 പേരെ വെറുതെ വിടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ 14 പേർക്കും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായും ഇതിനകത്ത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അത് പൂർണ്ണമായും പ്രോസിക്യൂഷൻ്റെ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടത് വളരെ കുറ്റമറ്റ രീതിയിൽ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പരമാവധി ശിക്ഷ അതിനകത്ത് ലഭിക്കും. ബാക്കിയുള്ള പ്രതികൾക്ക് കൂടി കോടതി കുറ്റക്കാരാണെന്ന് കണ്ട അവസ്ഥയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് വിശ്വാസം. 10 പേരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ. അപ്പോൾ നാളെ മിക്കവാറും വിധി പകർപ്പ് ലഭിക്കുകയുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അടുത്ത നീക്കങ്ങൾ? തീർച്ചയായും അവർക്കെതിരെ അപ്പീൽ പോവും. അത് അപ്പീൽ ഓൺ അക്യൂട്ടിലായിട്ട് കുടുംബം പോവും. വളരെ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ബോബി ജോസഫ് ആയിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ സാക്ഷി വിസ്താരത്തിലൂടെ കോടതിയിൽ തെളിവുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതി പരിശോധിക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് ന്യൂനതകൾ കണ്ടത് എന്ന് വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ശക്തമായ തെളിവുകൾ ഉന്നയിച്ചു എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെയും അതേപോലെ പ്രോസിക്യൂഷൻ്റെയും വിശ്വാസം. തീർച്ചയായും ആ പ്രതികൾക്കെതിരെ അപ്പീൽ പോകും. CBI നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. പൂർണ്ണമായും അത് ക്രൈംബ്രാഞ്ചിൻ്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് CBI നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ കുറ്റമറ്റ രീതിയിൽ ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കിയ ഒരുപാട് ലൂപ്പ് ഹോൾസ് വെച്ചിട്ടായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം. അതൊക്കെ ക്യൂർ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആ കുറ്റപത്രത്തെ കുറ്റമറ്റതാക്കിക്കൊണ്ട് സമർപ്പിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കോടതിയുടെ കൂടി ഒരു നിരീക്ഷണം ഇതിനകത്ത് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണതയും അതിൻ്റെ ഒരു സംതൃപ്തിയും ഒക്കെ പൂർണ്ണമായും കുടുംബത്തിനും ഇതിൻ്റെ കൂടെ നിന്ന ഒരു അഭിഭാഷകൻ എന്ന രീതിയിലും അതേപോലെ പ്രോസിക്യൂഷൻ്റെയും കൂടെ അഭിപ്രായം കേട്ടതിന് ശേഷം അതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം അത് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. രുചീഷ്, കുടുംബവും അഭിഭാഷകനും വ്യക്തമാക്കിയതുപോലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിധി വരും. എന്തായാലും അനുകൂലമായ ഒരു നിലപാട് കോടതിയിൽ നിന്നുണ്ടാകും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ വിശ്വാസം. രുചീഷ്. ഹാൻസ്, നാളെ വിധി. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി വരാനിരിക്കെ ശരത്ലാലിൻ്റെ കുടുംബം ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. നാളെ 11 മണിയോടെ തന്നെ ആ ശിക്ഷാവിധി, ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ, പരമാവധി ശിക്ഷ തന്നെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനും അഭിഭാഷകനുമുള്ളത്. മറ്റ് പ്രതികൾക്കും, മറ്റ് 6 പ്രതികൾക്ക് കൂടി കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷ ഇവർ പറയുന്നു. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ വെറുതെ വിട്ട 10 പ്രതികൾക്ക് അവർക്ക് കൂടി ശിക്ഷ ലഭിക്കാനുള്ള അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നും അഭിഭാഷകനും കുടുംബവും വ്യക്തമാക്കുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് കുടുംബം എത്തിയിട്ടുള്ളത്. നാളെ 11 മണിക്കാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി പറയുന്നത്.
വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ്.